സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻഫോലൈറ്റ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എ ക്രിട്ടിക്കൽ ലിമിറ്റേഷൻ ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്പ് ഇൻ ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിംഗ്. അപ്പോൾ നമ്മളോട് വെച്ചിട്ടുള്ളത് ഈ പറയുന്ന ടോപ്പോഗ്രാഫിക് മാപ്സിൻ്റെ ഒരു ക്രിട്ടിക്കൽ ലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഫോർ ഇൻ എ ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ്. നമുക്കറിയാം ഈ പറയുന്ന ടോപ്പോഗ്രാഫിക് മാപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? നമ്മുടെ എർത്ത് സർഫേസ്, അതിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയാലും നാച്ചുറൽ ആയാലും ആ എർത്ത് സർഫേസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാപ്പാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാപ്പിനെ നമ്മുടെ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഒരു ദുരന്തം വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന ഏറ്റവും വലിയ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഏതാണ് എന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാര്യം മനസ്സിലുണ്ടാവണം. ഒന്നാമത് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരു ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സർഫേസ് ആണ്. അത് നമ്മുടെ നാച്ചുറൽ ഫാക്ടേഴ്സും കാണിക്കും, ആർട്ടിഫിഷ്യൽ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടാവും. രണ്ടാമത് ഓർക്കുക, ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അവിടെ ഉള്ള കാര്യങ്ങൾ ഈ പറയുന്ന മാപ്പിന് കാണിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുകൂടി ഓർക്കാം. 2 പോയിന്റ്സ് ഉള്ളത്. ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓപ്ഷൻസ് നോക്കണം. ഇതിലേതായിരിക്കും അതിൻ്റെ ലിമിറ്റേഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ദേ പ്രൊവൈഡ് പ്രിസൈസ് എലിവേഷൻ ഡീറ്റെയിൽ ബട്ട് മേ നോട്ട് അക്കൗണ്ട് ഫോർ റിയൽ ടൈം ചേഞ്ച് ഇൻ ടെറൈൻ ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമുക്ക് കൃത്യമായിട്ടുള്ള എലിവേഷൻ ഡീറ്റെയിൽസ്, ആ ഒരു മല അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള എല്ലാ എലിവേഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് കാണിക്കും. പക്ഷേ ആ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ ടെറൈൻ എലിവേഷൻ ചെന്ന ആ ഒരു മലയുടെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കുമെന്ന്. പക്ഷേ ഈ പറയുന്ന ടോപ്പോഗ്രാഫിക് മാപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിയൽ ടൈം ആയിട്ടുള്ള ചേഞ്ച് കാണിക്കാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ ആ മലയ്ക്ക് ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു ചേഞ്ച് പ്രോപ്പറായിട്ട് ഈ പറയുന്ന ടോപ്പോഗ്രാഫിക് മാപ്പിന് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ നോക്കാം. ദേ യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് കോണ്ടോർ ലൈൻസ് ഫോർ എലിവേഷൻ റെപ്രസെൻറ്റേഷൻ മേക്കിംഗ് ദം അൺസ്യൂട്ടബിൾ ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ലാൻഡ്സ്കേപ്പ്. ഇപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചു, അത് അർബൻ ലാൻഡ്സ്കേപ്പ് ആണോ റൂറൽ ലാൻഡ്സ്കേപ്പ് ആണോ എന്ന് അറിഞ്ഞിട്ട് വല്ല ഗുണമുണ്ടോ? നമുക്ക് ഇല്ല. അതല്ല അവിടുത്തെ മേജർ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരിക്കലും തന്നെ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അടുത്ത, ടോപ്പോഗ്രാഫിക് മാപ്പ് ഓഫൺ എക്സ്റ്റെൻസീവ് ഇൻഫർമേഷൻ ഓൺ ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് ബട്ട് ഫെയിൽ ടു ഇൻക്ലൂഡ് ഡാറ്റ ഓൺ മാൻ മെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ പറയുന്ന ടോപ്പോഗ്രാഫിക് മാപ്പിന് നാച്ചുറൽ ഫീച്ചേഴ്സും ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സും കാണിക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സിൻസ് ടോപ്പോഗ്രാഫിക് മാപ്പ് ആർ ഡിസൈൻ ഫോർ സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് ദേ കനോട്ട് ബി യൂസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ് ഇൻ അർബൻ എൻവയോൺമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ പറയുന്ന സംഭവത്തിന് റിയൽ ടൈം ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അവർ പറയാണ് സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അർബൻ എൻവയോൺമെന്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങിന് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ് അതൊരു വേറെ സൈഡ് മാത്രമാണ് അല്ലേ. നമുക്കിവിടെ ചോദിച്ചിട്ട് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിന്നേ മാറിപ്പോയി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഓപ്ഷൻ ഡിയും ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏറ്റവും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ദേ പ്രൊവൈഡ് പ്രിസൈസ് എലിവേഷൻ ഡീറ്റെയിൽ ബട്ട് മേ നോട്ട് അക്കൗണ്ട് ഫോർ റിയൽ ടൈം ചേഞ്ചസ് ഇൻ ടെറൈൻ ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റർ. അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, which of the following scenarios best illustrate the interplay between climate and geomorphic process in shaping a landscape over geological timeline? അപ്പോൾ എന്താണ് ഈ പറയുന്ന ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡ് ഫോമിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതൊരു ഈ പറയുന്ന റോക്കിലോ അല്ലെങ്കിൽ അവിടെ ഉള്ള ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ചേഞ്ചസോ കെമിക്കൽ ചേഞ്ചസോ കാരണം ഒരു ലാൻഡ് ഫോമിൽ ഉണ്ടാവുന്ന ചേഞ്ചിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണത്? ചേഞ്ച് ഇൻ ദ ലാൻഡ് ഫോമിൽ ചേഞ്ച് വരണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടുണ്ടാവുന്ന ഈ ലാൻഡ് ഫോം ചേഞ്ച്? ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് റോക്ക് ഓർ എനി അതർ മെറ്റീരിയൽസ്. ഏതെങ്കിലും മെറ്റീരിയലിൻ്റെയോ റോക്കിൻ്റെയോ ഫിസിക്കൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കെമിക്കൽ പ്രോപ്പർട്ടിയിലോ മാറ്റി വരുമ്പോൾ ഉണ്ടാവുന്ന ആ ലാൻഡ് ഫോമിലെ ചേഞ്ചിനാണ് നമ്മൾ എന്താ പറയുക? ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് എന്താ നമുക്കറിയാലോ, ഒരു ആവറേജ് വെതർ കണ്ടീഷൻ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം അല്ലേ. കുറേ നാളത്തേക്ക് ഒരു ദിവസത്തേക്കുള്ള ചേഞ്ചൊക്കെ എന്താ, 1-2 ദിവസത്തേക്കുള്ള ചേഞ്ച് നമ്മൾ വെതർ എന്ന് വിളിക്കും. അതിൽ കൂടുതലുള്ള ചേഞ്ച് നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കും അല്ലേ. 2-3 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വെതർ ആവറേജ് വെതർ കണ്ടീഷൻ നമ്മൾ എന്ന് വിളിക്കും, ക്ലൈമറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ വരുന്ന ക്ലൈമറ്റും അതേപോലെ തന്നെ ജിയോമോർഫിക് പ്രോസസ്സും ഇവർ തമ്മിൽ രണ്ടും കൂടി ഒന്നിച്ച് വന്നിട്ട് ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ ക്ലൈമറ്റ് ആൻഡ് ജിയോ പ്രോസസ് ഇൻ ഷേപ്പിംഗ് എ ലാൻഡ്സ്കേപ്പ്. ഒരു ലാൻഡ്സ്കേപ്പ് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതിൽ ഏതാണ് എന്ന് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്ലൈമറ്റും വരണം, അതേപോലെ ജിയോമോർഫിക് പ്രോസസ്സും വരണം. ഇത് രണ്ടും കൂടി ഒരു ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ ഒരു ഷേപ്പ് ചേഞ്ച്, അപ്പോൾ അതിനെ ഇലുസ്ട്രേറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. എ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ where rapid fluvial erosion dominates despite the absence of significant weathering. അപ്പോൾ ഈ ഫ്ലൂവിയൽ ഇറോഷൻസ് എന്നാണ് മണ്ണൊലിച്ചു പോവുക, ആ സംഭവം തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ, അപ്പോൾ ഒരു ക്ലൈമറ്റ് കാണിച്ചിട്ടുണ്ട്, അവിടെ ഒരു ഫ്ലൂവിയൽ ഇറോഷൻ സംഭവിക്കുന്നു ഡിസ്പൈറ്റ് ദ ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് വെതറിങ്. ഒരു വെതറിങ് ഇല്ലാണ്ട് തന്നെ എന്താണ് ഒരു വെതറിങ് എന്താ, മണ്ണിങ്ങനെ ഇല്ലാണ്ടേ പോകുന്നത് വെതറിങ്. അപ്പോൾ വെതറിങ് ഇല്ലാണ്ട് തന്നെ അവിടെ എന്ത് പറ്റി, ഒരു ഫ്ലൂവിയൽ ഇറോഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ വയ്ക്കാം, അർത്ഥം വെക്കാം. എ പെരിഗ്ലേഷ്യൽ റീജിയൻ വേർ റിപ്പീറ്റഡ് ഫ്രീസ് തോ സൈക്കിൾ കോൺട്രിബ്യൂട്ട് ടു മാസ് വേസ്റ്റിംഗ് ആൻഡ് പാറ്റേൺഡ് ഗ്രൗണ്ട് ഫോർമേഷൻ. അപ്പോൾ ഒരു പെരിഗ്ലേഷ്യൽ റീജിയനിൽ എന്താണ്, ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഫ്രീസ് തോ സൈക്കിൾസ് കോൺട്രിബ്യൂട്ട് ടു മാസ് വേസ്റ്റിംഗ്. അപ്പം എന്താണ്, നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ ഒലിച്ചു പോകുന്നു, അതേപോലെ തന്നെ ഒരു പാറ്റേൺഡ് ഗ്രൗണ്ട് ഫോം ചെയ്യുന്നു. അവിടെ എന്തോ ഒരു ഫോർമേഷൻ്റെ കാര്യം പറഞ്ഞാൽ അല്ലേ, ഒരു പുതിയൊരു ലാൻഡ് ഫോം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്രീസ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കാരണം അവിടെ എന്താണ്, അവിടെ ഒരു ലാൻഡ് ഫോം ചെയ്തു. അപ്പോൾ അത് പക്കയായിട്ടുള്ളൊരു ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് സിയും ഡിയും കൂടി നോക്കാം. എ ഡെസേർട്ട് എൻവയോൺമെന്റ് വേർ കെമിക്കൽ വെതറിംഗ് ഔട്ട്സ്പേസ് മെക്കാനിക്കൽ വെതറിംഗ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് എറിഡ് കണ്ടീഷൻ. അവിടെ പ്രത്യേകിച്ച് ഒരു ജിയോമോർഫിക് പ്രോസസ്സ് നടക്കുന്നതെല്ലാം പറയുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഓപ്ഷനിൽ ഒന്നും തന്നെ ഇല്ല. അടുത്ത ഡിയിലേക്ക് കിടക്കാം. എ കോസ്റ്റൽ റീജിയൻ എക്സ്പീരിയൻസിങ് കണ്ടിന്യൂസ് ഡെപ്പോസിഷൻ ഡിസ്പൈറ്റ് റൈസിംഗ് സീ ലെവൽ ആൻഡ് ഇൻക്രീസ് സ്റ്റോം ആക്ടിവിറ്റി. ഒരു കോസ്റ്റൽ റീജിയന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡെപ്പോസിഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്, ഡിസ്പൈറ്റ് റൈസിംഗ് സീ ലെവൽ ആൻഡ് ഇൻക്രീസ് സ്റ്റോം ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇതിലും എന്തു പറയുന്നില്ല, ഒരു പ്രത്യേകിച്ചൊരു ജിയോമോർഫിക് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അവിടെ എന്താണ്, ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം അവിടെ മാസ് വേസ്റ്റിംഗ് ഉണ്ടാവുകയും അവിടെ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഗ്രൗണ്ട് ഫോർമേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ക്ലൈമറ്റ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ്സിന് ഇന്റർപ്ലേ കാരണം ഉണ്ടാകുന്ന ഒരു ലാൻഡ്സ്കേപ്പ്. ഓക്കെ, ഇനി നമുക്ക് 13th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ 13th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ഹൗ ഇന്ത്യാസ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദ മൺസൂൺ ക്ലൈമറ്റ്. ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ജിയോഗ്രഫി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മൗണ്ടെയിൻസ് ഒരു ജിയോഗ്രഫി ഫീച്ചേഴ്സ് അല്ലേ, മൗണ്ടെയിൻസ്, അതുപോലെ പ്ലെയിൻസ്, പിന്നെന്താണ് പ്ലാറ്റ്യൂ, വെസ്റ്റേൺ ഗട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഈസ്റ്റേൺ ഗട്ട്സ് ഒക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഡെസേർട്ട് ഒക്കെ വരും കേട്ടോ, ഡെസേർട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ഓപ്ഷൻസേ കിടക്കാം. ദ ഹിമാലയ ആക്ട് ആസ് എ ബാരിയർ ദറ്റ് പ്രിവെന്റ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ഫ്രം എസ്കേപ്പിംഗ് നോർത്ത് വേർഡ് ഫോഴ്സിംഗ് ദം ടു ഷെഡ് മോയ്സ്ചർ ഓവർ ദ സബ് കോണ്ടിനെന്റ്. നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന മൺസൂൺ വിൻഡ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്തായിരിക്കും, ഇങ്ങനെ ബ്ലോ ചെയ്യായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ മലയുണ്ട്, അപ്പോൾ എന്ത് പറ്റും, ഇവിടെ തട്ടിയിട്ട് അത് തിരിച്ച് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ത് പറ്റും, അത് വന്ന് മഴയായിട്ട് പെയ്യും എന്നാ പറഞ്ഞിട്ടുള്ളത്. വൈൽ ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഹാസ് നോ റോൾ ഇൻ മൺസൂൺ ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ഡെക്കാൻ പ്ലാറ്റ്യൂവിന് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫുൾ ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തത്, ദ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ഹിമാലയാസ് ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ ടുഗെദർ ഇൻഫ്ലുവൻസ് ദ മൺസൂൺ റെയിൻഫോൾ പാറ്റേൺ
ത്രൂ ഓറോഗ്രാഫിക് എഫക്റ്റ്. എന്താണ് ഓറോഗ്രാഫിക് എഫക്റ്റ്? ഈ മലകൾ ഉണ്ടാക്കുന്ന എഫക്റ്റിനാണ് ഓറോഗ്രാഫിക് എഫക്ട്സ് എന്ന് പറയുന്നത്. വിൻഡ് ഡിഫ്ലക്ഷൻ, ഓറോഗ്രാഫിക് എഫക്ട്സ് ഉണ്ടാക്കുന്നു, വിൻഡ് ഡിഫ്ലക്ട് ചെയ്യുന്നു, അതേപോലെ റെയിൻ ഷാഡോ ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു, ക്രിയേറ്റിംഗ് എ റീജിയണൽ വേരിയേഷൻ മൺസൂൺ ഇൻസിറ്റി. അല്ലേ, നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഫുള്ളായിട്ടും ഒരേപോലെ എല്ലായിടത്തും മൺസൂൺ ഈ റെയിൻ കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്കിവിടെ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ തമിഴ്നാട്ടിൽ മഴ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സിൻ്റെയും ഈസ്റ്റേൺ ഗട്ട്സിൻ്റെയും ഹിമാലയാസിൻ്റെയും ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഇങ്ങനെ ഒരു റെയിൻ ഷാഡോ ഫോർമേഷനും അതേപോലെ തന്നെ ഈ പറഞ്ഞ വിൻഡ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും പല റീജിയനിലും പല വേരിയേഷനിലും മൺസൂൺ ഇൻറ്റൻസിറ്റി വരികയും ചെയ്യുന്നത്. ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ അല്ലേ, കറക്റ്റ് ഓപ്ഷൻ അല്ലേ? അപ്പോൾ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള ഓപ്ഷൻ കൂടി നോക്കാം. സി നോക്കാം. The India's peninsular shape has minimal influence on the monsoon. ഇന്ത്യയുടെ പെനിൻസുലാർ ആ ഒരു ഷേപ്പില്ലേ അതിന് വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ആസ് എ വിൻഡർ പ്രൈമർലി കൺട്രോൾഡ് ബൈ ദ ഗ്ലോബൽ ഫാക്ടേഴ്സ് സച്ച് ആസ് എൽ നിനോ, സദൻ ഓസിലേഷൻ ആൻഡ് നമ്മുടെ ITCZ ഇവരാണ് മെയിനായിട്ട് നമ്മുടെ മൺസൂൺ വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇന്ത്യൻ പെനിൻസുലാർ ഷേപ്സിനൊക്കെ വളരെ മിനിമൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ആണോ? അല്ല, നമ്മൾ വെച്ചിട്ടുള്ളത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അല്ലാണ്ട് ഈ പറയുന്ന എല്ലിനോ അല്ലെങ്കിൽ ITCZ ഇൻഫ്ലുവൻസ് ഒന്നും തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. Thar desert enhance monsoon strength by creating high pressure system that attract moisture laden winds, ensuring uniform rainfall across all part of India. ഒന്നാമത് നമുക്കറിയാം എന്താണ്, എല്ലാ ഭാഗത്ത് ഇന്ത്യയുടെ എല്ലാ പാർട്ടിലും ഒരേപോലെ റെയിൻ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അത് അപ്പം തന്നെ കളയാൻ പറ്റും. ഈ തെറ്റാന്ന് മനസ്സിലായി. അതുപോലെ തന്നെ താർ ഡെസേർട്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈ പ്രഷറാണോ? അല്ല, ലോ പ്രഷർ സിസ്റ്റമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിയും തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്താ പറയുന്നത്? ബി ആണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വെസ്റ്റേൺ ഗട്ട്സ് ആയാലും ഈസ്റ്റേൺ ഗട്ട്സ് ആയാലും ഹിമാലയാസ് ആയാലും ഡെക്കാൻ പ്ലാറ്റു ആയാലും ടുഗദർ എന്ത് ചെയ്യുന്നുണ്ട്? മൺസൂൺ റെയിൻഫോൾ പാറ്റേൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തൊക്കെ തരുന്നു? ഓറോഗ്രാഫിക് എഫക്ട്സ്, വിൻഡ് ഡിഫ്ലക്ഷൻ, അതേപോലെ റെഡ് ഷാഡോ ഫോർമേഷൻ ഉണ്ടാക്കുന്നു, ക്രിയേറ്റിംഗ് എ റീജിയണൽ വേരിയേഷൻ ഇൻ ദ മൺസൂൺ ഇൻറ്റൻസിറ്റി. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Which of the following best explains the complex interplay of factors influencing the variability and intensity of the ഇന്ത്യൻ മൺസൂൺ? ഇന്ത്യൻ മൺസൂണിൻ്റെ ആ ഒരു വേരിയബിലിറ്റിയും അതുപോലെ തന്നെ എന്തോരം എവിടെയൊക്കെ മഴ പെയ്യുന്നു, എന്തോരം ഇൻറ്റൻസിറ്റിയിൽ മഴ പെയ്യുന്നു, അങ്ങനെയുള്ള ഫാക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാക്ടേഴ്സിനൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഏതൊക്കെ ഫാക്ടേഴ്സിൻ്റെ ഇൻറ്റർപ്ലേ അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് മൂലമാണ് ഈ പറയുന്ന മൺസൂണിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയിൽ മാറ്റങ്ങൾ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് ഇന്ത്യൻ മൺസൂണിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്, അപ്പോൾ അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഇന്ത്യൻ മൺസൂൺ ഈസ് സോളി ഡ്രിവൺ ബൈ ദ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ലാൻഡ് ആൻഡ് സീ. അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന മൺസൂൺ ഇന്ത്യൻ മൺസൂൺ പെയ്യാൻ അല്ലെങ്കിൽ വരാൻ കാരണം മെയിനായിട്ട് എന്താണ്? ഈ പറയുന്ന ലാൻഡും സീയും തമ്മിലുള്ള ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസ് ആണ്. അത് മാത്രമാണ് കാരണം, സോളി അത് മാത്രമാണ് കാരണം. അല്ലാണ്ട് ഗ്ലോബൽ ക്ലൈമാറ്റിക് ഫിനോമിനയ്ക്ക് ഒന്നും തന്നെ ഒരു പങ്കുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റേറ്റ്മെന്റ് കളയാം. കാരണം ഒരിക്കലും ലാൻഡും സീയിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് മാത്രമല്ല എന്തുണ്ടാവുന്നത്? ഇന്ത്യൻ മൺസൂൺ ഉണ്ടാവുന്നത്. അടുത്തത് ഷിഫ്റ്റിംഗ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ITCZ ഷിഫ്റ്റിംഗ്, അതൊരു പോയിന്റ് ആണ്, കറക്റ്റ് ആണ്. എലോങ് വിത്ത് ദ ഫാക്ടേഴ്സ് ലൈക്ക് ജെറ്റ് സ്ട്രീം, ഓറോഗ്രാഫി ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മുടെ മൗണ്ടെയിൻസ് അല്ലേ, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഹിമാലയാസ് അങ്ങനത്തെ മൗണ്ടെയിൻ വെസ്റ്റേൺ ഗട്ട്സ് കാര്യങ്ങളൊക്കെ. പിന്നെന്താ? എൻസോ ഈവൻസ് ഗവേൺ ദ സീസണൽ സ്ട്രെങ്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൺസൂൺ റെയിൻഫോൾ. അപ്പോൾ അവിടെ ഏകദേശം എല്ലാ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ആണ് അല്ലേ. ITCZ വരുന്നുണ്ട്, അതേപോലെ ജെറ്റ് സ്ട്രീംസ് വരുന്നുണ്ട്, ഓറോഗ്രാഫിക് എഫക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഏകദേശം എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ. നമുക്ക് നോക്കാം. ദ സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആർ ഇൻഡിപെൻഡന്റ് സിസ്റ്റം വിത്ത് നോ ഇന്റർ കണക്ഷൻ ഓപ്പറേറ്റിംഗ് പ്യൂർലി ബേസ്ഡ് ഓൺ റീജിയണൽ വിൻഡ് പാറ്റേൺ. അപ്പോൾ ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ അവർ ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണെന്ന്, വേറെ സിസ്റ്റമാണ്. അതേപോലെ ഇവർ ഇന്റർ കണക്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റ് മൺസൂൺ തന്നെയാണ് ഈ ITCZ താഴത്തേക്ക് നീങ്ങുമ്പോൾ എന്ത് വരുന്നത്? അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ രണ്ടും എന്താണ്? ഒരേ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അത് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റും അല്ലേ. പിന്നെ ഓറോഗ്രാഫിക് ബാരിയേഴ്സ് ലൈക്ക് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഹിമാലയസ് ഒൺലി ഇൻറ്റൻസിഫൈ മൺസൂൺ. ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സും ഹിമാലയസും മാത്രമാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന മൺസൂണെ ഇൻറ്റൻസിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ? അവർ രണ്ട് മാത്രമാണോ? അല്ല.
വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡ്രൈ സ്പിൽസ് ആൻഡ് റീജിയൻ. അപ്പോൾ അത് നമുക്ക് തെറ്റെന്ന് പറയാം. അപ്പോൾ ശരിയായ ഓപ്ഷൻ എന്താണ്? നമ്മുടെ ഈ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ഷിഫ്റ്റിംഗ് ഓഫ് ITCZന്റെ ഷിഫ്റ്റിങ്ങും അതേപോലെ തന്നെ ജെറ്റ് സ്ട്രീമും പിന്നെ ഓരോ എഫക്ട്സും അതുപോലെ എൻസോയൊക്കെയാണ് മെയിനായിട്ട് ഈ പറഞ്ഞ മൺസൂണിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നതും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ മൾട്ടിഫേസിയേറ്റഡ് ഇമ്പാക്ട് ഓഫ് ദ പാലക്കാട് ഗ്യാപ്പ് ഓൺ റീജിയണൽ ക്ലൈമറ്റ് ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്യമായിട്ട് ഈ പാലക്കാട് ഗ്യാപ്പ്, നമ്മുടെ പാലക്കാട് ഗ്യാപ്പ് റീജിയണൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റിനെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. ഇറ്റ് പ്രിവെന്റ് ദ പെനിട്രേഷൻ ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻ ഇൻ ടു തമിഴ്നാടു ലീഡിങ് ടു എറിഡ് കണ്ടീഷൻ ഇൻ ദ റീജിയൻ. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ എൻ്റർ ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ പറയുന്ന പാലക്കാട് ഗ്യാപ്പ് വഴിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാം. It serves as a biodiversity barrier limiting the movement of flora and fauna between the Western Ghats and Deccan Plateau. അതും തെറ്റല്ലേ? അതൊരു ബയോഡൈവേഴ്സിറ്റി ബാരിയർ എന്നല്ല, ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതും തെറ്റാന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്ത നോക്കാം. ഇറ്റ് ആക്ട് ആസ് എ ക്ലൈമറ്റിക് ഗേറ്റ് വേ അലോവിങ് മോയ്സ്ചർ ലാഡ് ആൻഡ് വിൻഡ് ടു ഇൻഫ്ലുവൻസ് റെയിൻഫോൾ പാറ്റേൺ വൈൽ ഓൾസോ ഷേപ്പിംഗ് എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി. അപ്പോൾ അതൊരു ക്ലൈമറ്റിക് ഗേറ്റ് വേ ആണെന്നാണ് പറയണത്. അതേപോലെ തന്നെ അവിടേക്ക് മോയ്സ്ചർ ഉള്ള വിൻഡിനെ അങ്ങോട്ടേക്ക് എത്തിക്കുകയും അവിടെ റെയിൻഫോൾ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റിയും അതേപോലെ എക്കണോമിക്കലി അതിനെ ഹെൽപ്പ് ചെയ്യുകയും, എക്കണോമിക്കലിയും അവിടെ യൂസ്ഫുൾ ആണ്, ഹിസ്റ്റോറിക്കലിയും കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? റീജിയണൽ ക്ലൈമറ്റും ഹ്യൂമൻ ആക്ടിവിറ്റിയും. ഈ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതല്ലേ ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി ആൻഡ് റീജിയണൽ ക്ലൈമറ്റ് അല്ലേ ഈ പറയുന്ന റെയിൻഫോൾ. അപ്പോൾ ആ രണ്ട് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഡി കൊണ്ട് നോക്കാം. ഇറ്റ് is primarily significant for transportation while minimum influence on climate and biodiversity in the Western Ghats. ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് ഇത് കൂടുതൽ സിഗ്നിഫിക്കൻറ്റ്. ഈ പറയുന്ന ക്ലൈമറ്റിലും ബയോഡൈവേഴ്സിറ്റിയിലും വലിയ ഇൻഫ്ലുവൻസ് ഇല്ല എന്നാണ് ഡി പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഏതൊക്കെ ഓപ്ഷൻ? നമ്മുടെ സി തന്നെയാണ് പ്രോപ്പറായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ പറയുന്നത്? നമുക്ക് സി വരാം. സി അപ്പോൾ നമുക്കൊന്നൊരു വായിച്ചു നോക്കാം. സീൻ്റെ ആൻസർ എന്താണ് നോക്കിയേ. ഇറ്റ് ആക്ട് ആസ് എ ക്ലൈമാറ്റിക് ഗേറ്റ് വേ അലോവിങ് മോയ്സ്ചർ ലാഡ് വിൻഡ്. മോയ്സ്ചർ ഉള്ള വിൻഡിനെ അവിടേക്ക് എത്തിച്ച് അത് എന്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? റെയിൻഫോൾ അവിടെ ഉണ്ടാവാൻ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതിലൂടെ അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ആൻസറാണ് കറക്റ്റ്. കിട്ടിയല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ വേറെ ടേം പേരെന്താണ്? സിമ്പിൾ അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഏതാണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകത്തിൻ്റെ വേറെ പേര്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം ഏതാണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which 5-year plan aimed at achieving ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടീനെ എയിം ചെയ്യുന്ന 5-year പ്ലാൻ ഏതാണെന്ന് വെച്ചിട്ടുള്ളത്? ഏതായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതായിരിക്കും? വിച്ച് 5-year പ്ലാൻ എയിം അറ്റ് അച്ചീവിങ് ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി? നമ്മുടെ ഈ പറയുന്ന 5th 5-year പ്ലാൻ ആണ് ഈ പറയുന്ന ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 5-year പ്ലാൻ. ഇതാണ് 5th 5-year പ്ലാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് ദ നീതി ആയോഗ്. നീതി ആയോഗിനെ പറ്റി ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ചിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. കറക്റ്റ് അല്ലേ? നമ്മുടെ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗിന്റെ ചെയർമാൻ. നീതി ആയോഗ് ഹാസ് എ ഫിക്സഡ് 5-year ടെൻഷർ ലൈക്ക് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ പോലെ നീതി ആയോഗിന് അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള 5-year ടൈം പീരീഡ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. ദ ഗവേണിംഗ് ബോഡി ഓഫ് നീതി ആയോഗ് ഇൻക്ലൂഡ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. ട്രൂ ആണ്. നമ്മുടെ നീതി ആയോഗിന്റെ ഗവേണിംഗ് ബോർഡിൽ എന്തുണ്ട്? എല്ലാ സ്റ്റേറ്റ്സിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നീതി ആയോഗ് ഈസ് എ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. തെറ്റല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? തെറ്റാണ്. നമ്മൾ നീതി ആയോഗിനെ എന്ത് വിളിക്കാറുള്ളത്? വേറെ പേരെന്ന് വിളിക്കാറുള്ളത് പോളിസി തിങ്ക് ടാങ്ക് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ, നീതി ആയോഗിന്റെ വേറെ പേര്. അപ്പോൾ നീതി ആയോഗ് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല. അപ്പോൾ ഇവിടെ ആകെ ശരി ഏതാണ്? ആകെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം മാത്രമാണ്.
1ഉം 3ഉം വരുന്ന ഓപ്ഷൻ ആണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമ്മുടെ 19th ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 19th ക്വസ്റ്റ്യനും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ 9th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ടാക്സ് റവന്യൂ, എന്താണ് നോൺ ടാക്സ് റവന്യൂ? എന്താണ് ടാക്സ് റവന്യൂ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ടാക്സുകളില്ലേ, അതെല്ലാം കൂട്ടിയിട്ടുള്ള റവന്യൂ ആണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട് നമുക്കറിയാം. നമുക്കിവിടെ ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. എന്താണ് ഡയറക്റ്റ് ടാക്സ്? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. ഫോർ എക്സാമ്പിൾ എന്താണ്, ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, ഇൻകം ടാക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഡയറക്റ്റ് ടാക്സ് എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഇൻഡയറക്റ്റ്ലി അടയ്ക്കുന്ന ഒരു ടാക്സ്. അത് ശരിക്കും നമ്മുടെ കയ്യിലേക്ക് വരുന്ന ടാക്സ് അല്ല, പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ ആൾക്ക് വേണ്ടി ഇൻഡയറക്റ്റ്ലി അടയ്ക്കുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് GST എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ടാക്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഇൻകം ടാക്സ്, GST ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന റവന്യൂ വിളിക്കുന്ന പേരാണ് എന്ത്, ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ടാക്സ് റവന്യൂ. അപ്പോൾ എന്താണ് നോൺ ടാക്സ് റവന്യൂ? ടാക്സിൽ നിന്നല്ലാണ്ട് വേറെ ഏതൊക്കെ മാർഗത്തിലൂടെയാണോ ഗവൺമെൻറ്റിന് കാശ് കിട്ടുന്നത് അല്ലെങ്കിൽ റവന്യൂ കിട്ടുന്നത്, അതെല്ലാം നോൺ ടാക്സ് റവന്യൂ ആണ്. നമുക്ക് എന്ത് പറയാം, നമ്മൾ അടയ്ക്കുന്ന ഫൈന്, നമ്മൾ എന്തെങ്കിലും ഈ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചില്ല അങ്ങനെ പറഞ്ഞാൽ ഫൈൻ അടയ്ക്കില്ലേ, ആ ഫൈന്, പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ് അടയ്ക്കണത്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഇതെല്ലാം തന്നെ എന്താണ്, ഈ നോൺ ടാക്സ് റവന്യൂ ആയിട്ട് ഗവൺമെൻറ്റിന് പോകുന്നതാണ്. അപ്പോൾ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൽ ടാക്സിനെയും നോൺ ടാക്സ് റവന്യൂവിനെയും പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതിനെപ്പറ്റി പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയണം. അപ്പോൾ അത് നമുക്ക് എന്തറിയണം, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ അത് ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കാം. ടാക്സ് റവന്യൂ ഈസ് കളക്റ്റഡ് ഫ്രം ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്. ടാക്സ് നമ്മൾ പറഞ്ഞു, ഇൻകം ടാക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നും മേടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ട്രൂ അല്ലേ? എല്ലാ ഇൻഡിവിജ്വൽസ് അടയ്ക്കേണ്ടി വരും, ബിസിനസ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ട്രൂ. വൈൽ നോൺ ടാക്സ് റവന്യൂ ഈസ് കളക്റ്റഡ് ഒൺലി ഫ്രം ബിസിനസ്. നോൺ ടാക്സ് റവന്യൂ ബിസിനസ്സിൽ നിന്ന് മാത്രമാണോ അടയ്ക്കുക? GST എന്ന് പറയുന്ന സാധനം ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് മാത്രം അടയ്ക്കുക. സോറി, GST അല്ല, ഈ പറയുന്ന നോൺ ടാക്സ് റവന്യൂ എന്താണ്, ഈ പറയുന്ന ഫൈന്, പെനാൽറ്റീസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണോ? അല്ല, ഈ ഫൈനും പെനാൽറ്റി നമ്മൾ എല്ലാ ഇൻഡിവിജ്വൽസ് അടയ്ക്കാറുണ്ട്. അപ്പോൾ അത് തെറ്റാന്ന് മനസ്സിലായി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? 1 എലിമിനേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ Dയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കാം. ടാക്സ് റവന്യൂ ഈസ് കളക്റ്റഡ് ബൈ ഇമ്പോസിങ് കമ്പൽസറി ലെവീസ് വൈൽ നോൺ ടാക്സ് റവന്യൂ കംസ് ഫ്രം ഗവൺമെൻറ് സർവീസസ്, ഫീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ടാക്സ് റവന്യൂസ് കളക്റ്റഡ് ബൈ ഇമ്പോസിങ്, കമ്പൽസറി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര എമൗണ്ട് അടയ്ക്കേണ്ടത് എന്ന് കമ്പൽസറി ആയിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റാണ്. നോൺ ടാക്സ് റവന്യൂസ് എങ്ങനെയായി ഗവൺമെൻറ് കിട്ടുക? നമുക്ക് ഈ സർവീസസ്, ഫീസ്, ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ കിട്ടുക. ഓക്കെ, അത് കറക്റ്റാണ്. ഇനി ബോത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ആർ കമ്പൽസറി പേയ്മെൻറ്റ് ടു ദ ഗവൺമെൻറ്. ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും കമ്പൽസറി പേയ്മെൻ്റ് ആണ്, അതും കറക്റ്റാണ്. നിൽക്കട്ടെ. നോൺ ടാക്സ് റവന്യൂ ഇൻക്ലൂഡ് പെനാൽറ്റീസ് ആൻഡ് ഫൈൻ ബട്ട് നോട്ട് ഇൻട്രസ്റ്റ് റെസിപ്റ്റ്. നോൺ ടാക്സ് റവന്യൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പെനാൽറ്റീസ് ഉണ്ട്, ഫൈൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോട്ട് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? തെറ്റായി. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 4 തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ C നമുക്ക് കളയാം. ശരിക്കും ഇവിടെ 2ഉം 3ഉം കറക്റ്റ് ആണെങ്കിലും നമ്മുടെ ഓപ്ഷനിൽ തേർഡ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ B ആണെന്ന് പറയാം. ഓപ്ഷൻ B, ദാറ്റ് ഈസ് only 2. ടാക്സ് റവന്യൂ ഇസ് കളക്റ്റഡ് ബൈ ഇമ്പോസിങ് കമ്പൽസറി ലെവീസ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ കംസ് ഫ്രം ഗവൺമെൻറ് സർവീസസ്, ഫീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കിട്ടിയല്ലോ. ഈ നെക്സ്റ്റ് ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റിനെയും അതേപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കാം. റവന്യൂ ഡെഫിസിറ്റ് ഒക്കർ വെൻ റവന്യൂ റെസീപ്റ്റ് ആർ ലെസ് ദാൻ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസീപ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാളും കുറവാണെങ്കിൽ അപ്പോഴാണ് അവിടെ എന്തുണ്ടാവുക? റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാവുക. നമ്മുടെ കയ്യിലുള്ള റവന്യൂ
എക്സ്പെൻഡിച്ചറും. റവന്യൂ ഇപ്പോൾ 10ഉം എക്സ്പെൻഡിച്ചർ 20ആണെങ്കിൽ ഇവിടെ ഏതാ കൂടുതൽ? എക്സ്പെൻഡിച്ചർ ആണ് കൂടുതലും, റവന്യൂ കുറവാണ്. ഇങ്ങനെയുള്ള കേസിലാണ് എന്ത് വരുന്നത്? റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ കുറവായി, അതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? റവന്യൂ കുറവും പകരം എന്താ കൂടുതൽ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ. റവന്യൂ റെസീപ്റ്റ് കുറവും റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിൽ അപ്പോൾ വിളിക്കുന്ന പേരാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് ലൈൻ ശരിയാണല്ലോ, ഇത് കറക്റ്റ് ആണ്. Whereas physical deficit represent excess of total expenditure over total revenue excluding the borrowing. ഇവിടെ റവന്യൂ റെസീപ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ടോട്ടൽ ആയിട്ടുള്ള റവന്യൂവും ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും ലൈക്ക് ക്യാപിറ്റൽ റവന്യൂ ക്യാപിറ്റൽ റെസീപ്റ്റും രണ്ടും വന്നിട്ടുള്ള പോലെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ എക്സ്പെൻഡിച്ചറും നോക്കുകയാണെങ്കിൽ അവിടെ റവന്യൂയൊക്കെ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് ഒരു കാര്യം ഇവിടെ എന്താണ്? നമ്മളിവിടെ എന്ത് കുറയ്ക്കുന്നുണ്ട്? നമ്മൾ നമ്മുടെ ബോറോവിങ്സ് കുറയ്ക്കുന്നുണ്ട്. ബോറോവിങ്സ് കുറച്ചിട്ടുള്ള ടോട്ടൽ റവന്യൂയെക്കാളും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടി നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വെറാസ് ഫിസിക്കൽ ഡെഫിസിറ്റ് റെപ്രസെന്റ് ദ എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ദ ബോറോവിങ്. ഓർക്ക് അവിടെ എന്താണ് എന്ത് ചെയ്തിട്ടുണ്ട്? ബോറോവിങ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്തോരം ടോട്ടൽ റവന്യൂ കൂടുതലുണ്ടോ ആ എമൗണ്ട് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ആൻസറിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ആണ്. അത് നമുക്ക് എന്ത് പറയാം? ഇത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നും പറയാം. കാരണം എന്താണ്? ഇത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പൊ റവന്യൂ ഡെഫിസിറ്റ് എന്താണ്? റവന്യൂ റെസീപ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ അതിന് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയും. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ? ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ റവന്യൂ കൂടുതലാണ്, സെയിം പോലെ തന്നെ. പക്ഷെ എന്താണ്? ഇവിടെ ബോറോവിങ്സ് എക്സ്ക്ലൂഡ് ചെയ്യും. ഇവിടെ ഓപ്ഷൻ ഡി തെറ്റാനുള്ള കാരണം എന്താണ്? ഇവിടെ നോക്കിയിട്ട് ഇൻക്ലൂഡ് ദ ബോറോവിങ്. ഒരിക്കലും ബോറോവിങ് ഇൻക്ലൂഡ് അല്ല, എക്സ്ക്ലൂഡ് ആണ്. അത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തന്നേക്കണാണ്. മാറിപ്പോരുത്. എപ്പോഴും ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്? അവിടെ ബോറോവിങ്സ് എക്സ്ക്ലൂഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രത്തോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലായിട്ട് 20 ക്വസ്റ്റ്യൻസ് 2 വീഡിയോയുടെ ഇതിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.